മക്കളെ പോലെ വേറൊരു ചോദ്യം തരാം. നമ്മളെ യൂട്ടിലിറ്റി ഇല്ലേ, ഉപയുക്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി ഇസ് എ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. അതിനെ വിളിക്കുന്ന പേരാ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് ഏതാ പറയുക മക്കളെ? അത് പഠിച്ചു വെച്ചോ. അത് യൂട്ടിൽസ് ആട്ടോ. യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് എന്താണ്? യൂട്ടിൽസ്. ഇവിടുന്ന് ചിലപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഗ്രാഫ് സിമ്പിളാ. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു പറയാം, നമുക്ക് ഇവിടെ ഒരു എക്സ് ആക്സും വൈ ആക്സും നമ്മുടെ പുസ്തകത്തിൽ ശരിക്കും വരച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ എന്തെങ്കിലും വരച്ചു കൊടുത്തു. മക്കൾ മനസ്സിലാക്കുക, ഈ ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടല്ലോ അതിന് കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കഴിക്കാതിരിക്കും. അപ്പം അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അതിൽ മാറ്റമില്ലാതാവും, വയറൊക്കെ ഫുള്ളാവും, മാറ്റമില്ലാതാവും. പിന്നെ നമുക്ക് മടുക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് മാണ്ടി തോന്നും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. പിന്നീട് എന്ത് ചെയ്യുന്നു, അത് ചേഞ്ച് ഇല്ലാതാവുന്നു. അത് പിന്നീട് എന്ത് ചെയ്യുന്നു തുടങ്ങും, നമുക്ക് നെഗറ്റീവിലേക്ക് വരും അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അതേസമയം മാർജിനൽ യൂട്ടിലിറ്റി അങ്ങനെയല്ല, അത് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കാം. ഈ കുറഞ്ഞിട്ട് എപ്പോഴും അത് 0ലേക്ക് എത്താന്ന് പറയുമോ, അത് ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ മാറ്റമില്ലാതാവുന്ന സമയത്ത് ഇത് ടോട്ടൽ യൂട്ടിലിറ്റീസ് കുഡ് നോട്ട് ബി ചേഞ്ച്ഡ്. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ മാറ്റമില്ലാതെ വരുന്ന സമയത്താണ് എന്ത് വരാറുള്ളത്, മാർജിനൽ യൂട്ടിലിറ്റി 0 ആവാറുള്ളത്. എന്നാ ഒരു ചോദ്യം തെറ്റ്. എപ്പോഴാണ് മാർജിനൽ യൂട്ടിലിറ്റി മൈനസ് ആയിട്ട് വരിക? ഞാൻ ഉത്തരം പറഞ്ഞില്ല, അത് ഉത്തരം കമന്റ് ബോക്സിൽ മക്കൾ പറഞ്ഞു കേട്ടോ. വേഗം പറഞ്ഞോടാ.